വൈറൽ ഹെപ്പറ്റൈറ്റിസ് പടരുമ്പോഴും പോത്തുകല്ലിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയെന്ന ആരോപണം. അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നാട്ടിൽ മുഴുവൻ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നോക്കുകുത്തികളാകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ 350ഓളം പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്ത പോത്തുകല്ല് പഞ്ചായത്തിലെ സർക്കാർ ആശുപത്രികളിൽ മതിയായ സൗകര്യമൊരുക്കിയില്ലെന്നാണ് പരാതി. ജില്ലയിലെ പോത്തുകല്ലിലും എടക്കരയിലുമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പടർന്നു പിടിക്കുന്നത്. 3 ആഴ്ചയ്ക്കിടെ 3 മരണവും റിപ്പോർട്ട് ചെയ്തു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ലക്ഷണങ്ങളോടെ പോത്തുകല്ലിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു യുവാവ് കൂടി മരിച്ചിരുന്നു. രോഗം പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും വീഴ്ച വരുത്തുന്നതായാണ് ആരോപണം. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ 341 മഞ്ഞപ്പിത്ത രോഗികൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 3 പേരാണ് സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളത്. പിന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടികൾ 9, ST വിഭാഗക്കാർ 4. 2 മാസമായി ഈ പഞ്ചായത്തിൽ ഈ അസുഖം പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് ആരോഗ്യവകുപ്പ് അന്ന് മുതൽ പഞ്ചായത്തിനോട് പറയുന്ന കാര്യം, ഞങ്ങളോടൊക്കെ മീറ്റിങ്ങുകൾ പറയുന്ന കാര്യം, ക്ലോറിനേഷനാണ് ഏകമാർഗം. ഒരാഴ്ച 2 പ്രാവശ്യം ക്ലോറിനേഷൻ വെച്ച് 3 ആഴ്ച ക്ലോറിനേഷൻ ചെയ്യണം, എങ്കിൽ 21 ദിവസം. ഇവർ തന്നെ പറയുന്നത് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട്, 3 ആഴ്ച കൊണ്ട് അസുഖം ഭേദമാകുമെന്നാണ്. അപ്പോൾ ആ അസുഖം ഭേദമാകുന്ന കാലയളവിൽ പുതിയ ഒരാളിലേക്ക് അസുഖം വരാതിരിക്കാനാണ് ഈ ക്ലോറിനേഷൻ. അതും സമ്മതിക്കാം. ഈ 21 ദിവസം കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ഈ ക്ലോറിനേഷൻ എത്ര ദിവസം, എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇവർ തന്നെ പറയുന്നു മലിനമായ ജലത്തിൽ നിന്നാണ് ഈ അസുഖം പടർന്നു പിടിക്കുന്നത് എന്ന്. പലപ്പോഴും എല്ലാ ബോർഡ് മീറ്റിങ്ങിലും HMC മീറ്റിങ്ങിലും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, ബഹുമാനപ്പെട്ട കളക്ടറെ അടക്കം വിവരമറിയിച്ചുകൊണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരമറിയിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ ഈ ജലസ്രോതസ് ഇങ്ങനെ മലിനപ്പെടാനുള്ള കാരണത്തെ ആദ്യം കണ്ടെത്തുക. ജലം പരിശോധനയ്ക്ക് എടുത്തതിന് ശേഷം ഏത് കിണറിൽ നിന്നാണ്, ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് ഈ അണുക്കൾ വരുന്നത് എന്നൊന്ന് കണ്ടെത്തുക. 10 ദിവസത്തിന് മുൻപാണ് ഇവിടെ ജലസാമ്പിളുകൾ എടുത്തത്. ആ 10 ദിവസം ജലസാമ്പിൾ എടുത്തു കൊണ്ടുപോയിട്ട് ഇതുവരെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. കളക്ടറോടും ബഹുമാനപ്പെട്ട മെഡിക്കൽ ഓഫീസറോടും ഞങ്ങൾക്ക് പറയാനുള്ളതും ഞങ്ങൾ ആവശ്യപ്പെടുന്നതും, ഈ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലാണ് ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ അണുക്കളുടെ ഒരു പ്രവാഹം ഉണ്ടായിട്ടുള്ളത്. അത് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഈ അസുഖം 21 ദിവസം കഴിഞ്ഞാലും ക്ലോറിനേഷൻ കഴിഞ്ഞാലും ഇതേ ജലത്തേക്ക് ഇതേ മലിനജലം ഒഴുകി വരുന്ന സ്ഥിതിയാണുള്ളത്. ആ മലിനജലം ഒഴുകി വരുന്നതിനെ തടയുകയും ഈ നാടിനെ സംരക്ഷിക്കുകയും വേണം. പോത്തുകല്ല് ഫാമിലി ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഓഫീസർ അവധിയിലാണ്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയോഗിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട്. 340ഓളം ആളുകൾക്ക് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിക്കുകയും 4 പേര് മരണപ്പെടുകയും ചെയ്തിട്ട് 5 പേര് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. ഇവിടെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഉറവിടം കണ്ടെത്താനോ എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കാനോ ഈ പഞ്ചായത്തിനോ ഇവിടുത്തെ ആരോഗ്യവകുപ്പിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ 2 ആഴ്ചയായി ഇതിൻ്റെ പുറകെ കൂടിയിട്ട് ഇവിടെ മെഡിക്കൽ ഓഫീസർ വരുന്നു, കാര്യങ്ങൾ പരിശോധിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ, ചുമതലയുള്ള ആൾ 2 മാസത്തെ ലീവിൽ പോകുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടറും മെഡിക്കൽ ഓഫീസറും പോത്തുകല്ലിലെത്തി ഇതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം കണ്ടെത്തി ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി മുന്നിട്ട് വരണം. ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പോത്തുകല്ല് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ സമരത്തിലാണ്. പോത്തുകല്ല് അങ്ങാടിയിലെ ഓവുചാലിലേക്ക് മാലിന്യം ഒഴുക്കിയ കടകൾക്കെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തെങ്കിലും മാലിന്യം നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും NHMൽ നിന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു ഡോക്ടറെ കൂടി നിയമിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നുമാണ് പോത്തുകല്ല് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.